കൗമാരപ്രായം കൗതുകം നിറഞ്ഞതാണ്. ആ പ്രായത്തിൽ അവരെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. സിനിമയും റീൽസും സൗഹൃദങ്ങളുമൊക്കെയാണ് ജീവിതമെന്ന് കരുതുന്ന കുട്ടികൾ. സാഹസികത ഇഷ്ടപ്പെടുന്ന സമയം, പ്രത്യേകിച്ച് ആൺകുട്ടികളെ സംബന്ധിച്ച് 14 വയസ്സൊക്കെ ആകുമ്പോൾ വലിയ ഹീറോയിസം കാണിക്കാനുള്ള തന്ത്രപ്പാടാണ്. സിനിമകളിലെ പോലെ കൂട്ടുകാരുടെ മുന്നിൽ ഹീറോയാകാൻ തല്ലും ഗുണ്ടായുസവുമായി രംഗത്തിറങ്ങും. ബൈക്കുകളിലും വാഹനങ്ങളിലും അഭ്യാസ പ്രകടനം നടത്തും. ആ ദൃശ്യങ്ങൾ റീൽസാക്കി സോഷ്യൽ മീഡിയയിലിട്ട് വൈറലാകാൻ നോക്കും. ഒടുവിൽ കേസും പ്രശ്നങ്ങളുമാകുമ്പോൾ കുട്ടികൾ മാത്രമായിരിക്കില്ല കുടുങ്ങുന്നത്, അച്ഛനമ്മമാർക്കെതിരെയും നിയമ നടപടി ഉണ്ടാകും. എറണാകുളം ചെറായിയിൽ 16-കാരന്റെ കാറിലെ മരണപ്പാച്ചിലിൽ പിതാവിനെതിരെയാണ് കേസ്. ഇതോടൊപ്പം മലപ്പുറത്ത് ഇൻസ്റ്റഗ്രാം റീൽസിന്റെ പേരിൽ 9ാം ക്ലാസ്സുകാരനെ തല്ലിച്ചതച്ച സഹപാഠികളുടെ ക്രൂരതയും ചർച്ച ചെയ്യേണ്ടതാണ്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. മക്കളെ ചെറിയ പ്രായത്തിൽ മടിയിലിരുത്തി വാഹനം ഓടിക്കാൻ പഠിപ്പിക്കുന്ന ചില അച്ഛന്മാരുണ്ട്. കുട്ടികളോടുള്ള വാത്സല്യം കാരണം അവരുടെ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കൾക്ക് മക്കൾ പിന്നീട് വലിയ തലവേദന സൃഷ്ടിക്കാം. എറണാകുളം ചെറായിയിൽ പട്ടാപ്പകൽ കണ്ട കാഴ്ച ഓരോ മാതാപിതാക്കൾക്കും പാഠമാകേണ്ടതാണ്. വീട്ടുകാരറിയാതെ കാറുമായി റോഡിലിറങ്ങിയ 16-കാരൻ അമിത വേഗതയിൽ കാട്ടിക്കൂട്ടിയ പരാക്രമം നാട്ടിൽ ഭീതി പരത്തി. +1 വിദ്യാർത്ഥി ഓടിച്ച ഇന്നോവ ക്രിസ്റ്റ കാർ നിരവധി വാഹനങ്ങളിൽ ഇടിച്ചു. അപകടത്തിൽ വഴിയാത്രക്കാരിയായ വയോധികയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മകന്റെ മരണപ്പാച്ചിലിൽ അച്ഛനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. അതേസമയം തന്റെ അറിവോടെയല്ല മകൻ വാഹനം കൊണ്ടുപോയതെന്നാണ് രക്ഷിതാവിന്റെ മൊഴി. ചെറായി മുതൽ എടവനക്കാട് വരെയാണ് അമിത വേഗതയിൽ 16-കാരൻ ഇന്നോവ ക്രിസ്റ്റ വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയത്. ഇരുചക്ര വാഹനങ്ങളിലും കാറുകളിലും ഇടിച്ച വാഹനം തടഞ്ഞു നിർത്താൻ നാട്ടുകാർ ശ്രമിച്ചുവെങ്കിലും വണ്ടി നിർത്താതെ പോകുകയായിരുന്നു. അലക്ഷ്യമായി അതിവേഗത്തിൽ വാഹനം തിരിക്കുന്നതും ഇത് മറ്റു വാഹനങ്ങളിൽ ഇടിക്കുന്നതും CCTV ദൃശ്യങ്ങളിൽ കാണാം. തലനാരിഴയ്ക്കാണ് പലരും രക്ഷപ്പെട്ടത്. ചെറായി മുതൽ ഞാറയ്ക്കൽ വരെയുള്ള വിവിധ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ചെറായിൽ വെച്ച് വൃദ്ധയെ വാഹനമിടിച്ചു. ഗുരുതരമായി പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഞാറയ്ക്കൽ പോലീസ് 16-കാരനെയും വാഹനവും കസ്റ്റഡിയിലെടുത്തു. വാഹനത്തിൽ ഒപ്പമുണ്ടായിരുന്നത് 16-കാരന്റെ സുഹൃത്തുക്കളാണ്. കായംകുളം രജിസ്ട്രേഷനുള്ളതാണ് വാഹനം. ഇവർ അരൂരാണ് താമസം. വാഹന ഉടമയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ പരിശോധിക്കുകയാണ് പോലീസ്. കൊച്ചി. കൗമാരക്കാരായ പിള്ളേരെ പിടിച്ചാൽ കിട്ടാത്ത കാലമാണ്. മാതാപിതാക്കളെയും അധ്യാപകരെയും പോലും അവർക്ക് പേടിയില്ല. സോഷ്യൽ മീഡിയയും റീൽസുമാണ് ജീവിതമെന്ന് കരുതുന്ന കുട്ടികൾ. അതിന്റെ പേരിൽ തല്ലും അടിയും സംഘർഷവും ഉണ്ടാക്കുന്നവർ. മലപ്പുറത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ സഹപാഠികൾ വളഞ്ഞിട്ട് മർദ്ദിച്ചത് ഇൻസ്റ്റഗ്രാം റീൽസിന്റെ പേരിലാണ്. മലപ്പുറം വൈലത്തൂർ സ്വദേശി മുഹമ്മദ് ഹർഷിദിനാണ് മർദ്ദനമേറ്റത്. തലയ്ക്കടക്കം ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. 15ഓളം കുട്ടികൾക്കെതിരെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കടുങ്ങാത്തുകുണ്ട് വളവന്നൂർ ബാഫക്കി യത്തീംഖാന സ്കൂളിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. 9 C ക്ലാസ്സിൽ പഠിക്കുന്ന വൈലത്തൂർ അയ്യായ റോഡ് സ്വദേശി
മുഹമ്മദ് ഹർഷിദ് എന്ന വിദ്യാർത്ഥിയെയാണ് അതേ സ്കൂളിലെ 9 F ക്ലാസ്സിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടികൾ കൂട്ടം ചേർന്ന് മർദ്ദിച്ചത്. ഇൻസ്റ്റഗ്രാം റീൽസ് പങ്കുവച്ചു എന്ന പേരിൽ സഹപാഠികളായ 15ഓളം വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. വയറിൽ ശക്തിയായി തൊഴിക്കുകയും തല ചുവരിൽ ഇടിപ്പിക്കുകയും ചെയ്തു. ബോധരഹിതനായി വീണ കുട്ടിയെ നിലത്തിട്ട് എല്ലാവരും ചേർന്ന് ചവിട്ടിയതായും മാതാവ് പറയുന്നു. കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഇങ്ങനെ കുട്ടികൾ ഈ പക വെച്ചിട്ടുണ്ട്. എൻ്റെ മോനക്ക് ഇനിയും അവിടെ സ്കൂളിൽ പഠിക്കേണ്ട ആവശ്യം ഉള്ളതാണ്. ഇതിപ്പോൾ 9ാം ക്ലാസ്സിലെ മക്കളാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഉയർന്ന ക്ലാസ്സിലെ കുട്ടികളല്ല. സെയിം ബാച്ചിൽ 9C എൻ്റെ മോൻ പഠിക്കണമെങ്കിൽ 9F ഉള്ള കുട്ടികളാണ് ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മക്കളെ സ്കൂൾക്ക് പറഞ്ഞയക്കാൻ നമ്മൾ പാരൻസിന് മടിക്കേണ്ടി തന്നെ വരും. ഇവർ ഈ ഒരു പക വെച്ചിട്ടാണ് എത്രയും പ്രശ്നം ആക്കിക്കുന്നത്. അവർ ആ പക വെച്ചിട്ടാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ മോനക്ക് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ കേസുമായിട്ട് എന്ത് തന്നെയായാലും മുന്നോട്ട് പോവുകയേ ചെയ്യും. ഇൻസ്റ്റഗ്രാം റീൽസിന്റെ പേരിൽ വൈരാഗ്യം വെച്ചാണ് മർദ്ദിച്ചത് എന്നാണ് കുടുംബം പറയുന്നത്. മറ്റു കുട്ടികൾ തന്നെ മർദ്ദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് മകൻ പറഞ്ഞിരുന്നതായി മാതാവ് പ്രതികരിച്ചു. കുടുംബം കൽപ്പകഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മകന് നീതി കിട്ടാൻ ഏതറ്റം വരെയും പോകുമെന്ന് മാതാവ് വ്യക്തമാക്കി. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. വൈലത്തൂർ അയ്യായ റോഡ് സ്വദേശി തൈക്കണ്ടിൽ ഫൈസലിന്റെ മകനാണ് ഹർഷിദ്. ന്യൂസ് 18 തിരൂർ. നമ്മുടെ നാട്ടിൽ കല്യാണം എന്നാൽ ഒരുതരം കച്ചവടമാണ്. സ്ത്രീധനമായി സ്വർണവും പണവും എത്ര കിട്ടുമെന്ന് പച്ചയ്ക്ക് ചോദിക്കുന്ന ചെക്കൻ്റെ വീട്ടുകാരെ കണ്ടിട്ടുണ്ട്. വിവാഹ നിശ്ചയത്തിന് പറഞ്ഞതിനേക്കാൾ സ്വർണം അല്പം കുറഞ്ഞാലോ പിന്നെ പെണ്ണിൻ്റെ ഗതികേടാണ്. ജീവിതകാലം മുഴുവൻ അതിൻ്റെ പഴി കേൾക്കാൻ വിധിക്കപ്പെടും. കൊല്ലം ആദിച്ചനെല്ലൂർ സ്വദേശി സിജോ സണ്ണി വിവാഹം കഴിച്ചത് 2021 സ്ത്രീധനം കുറഞ്ഞെന്ന് പറഞ്ഞ് അയാൾ ഭാര്യയെ എന്നും തല്ലിച്ചതയ്ക്കും. മദ്യപിച്ച് വീട്ടിലെത്തിയുള്ള ബഹളവും മർദ്ദനവും സഹിച്ചുമടുത്താണ് യുവതി പോലീസിൽ പരാതി നൽകിയത്. കേസിൽ സിജോയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച് അവശയാക്കിയ ശേഷം ചിത്രങ്ങൾ ബന്ധുക്കൾക്ക് അയച്ചു നൽകിയിരുന്നതായി ചാത്തന്നൂർ പോലീസ് കണ്ടെത്തി. പ്രതിയും പരാതിക്കാരിയും വിവാഹിതരായത്. വിവാഹദിനത്തിൽ ഭാര്യയുടെ വീട്ടുകാർ നൽകിയ സ്വർണ്ണാഭരണങ്ങൾ കുറവാണെന്നാരോപിച്ച് പ്രതി സിജോ തുടർച്ചയായി മാനസികവും ശാരീരികവുമായ പീഡനം നടത്തുകയായിരുന്നുവെന്ന് പോലീസിന് ലഭിച്ച പരാതിയിൽ പറയുന്നു. ഈ വിഷയത്തിൽ നേരത്തെ പോലീസ് ഇരുവരെയും വിളിച്ചു വരുത്തി കൗൺസലിംഗ് നടത്തിയിരുന്നു. എന്നാൽ വിദേശത്തേക്ക് പോയ പ്രതി നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷവും പീഡനം തുടരുകയായിരുന്നു. വിവിധ കാരണങ്ങൾ പറഞ്ഞ് ഭാര്യയെ ഉപദ്രവിക്കുകയും മർദ്ദനത്തിന്റെ ചിത്രങ്ങളെടുത്ത് ബന്ധുക്കൾക്ക് അയക്കുകയും ചെയ്തുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. അടുത്തിടെ മദ്യപിച്ചെത്തി മകളുടെ സ്കൂളിൽ ബഹളം വെച്ചത് ചോദ്യം ചെയ്തതിന് ഭാര്യയെ അതിക്രൂരമായി മർദ്ദിച്ചതാണ് കേസിന് ആസ്പദമായ സംഭവം. ജീവഹാനി ഭയന്ന് ഭാര്യ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അന്വേഷണത്തിൽ സിജോ സണ്ണി സ്ഥിരം മദ്യപാനിയാണെന്നും ഭാര്യയുടെ ജീവന് ഭീഷണിയുണ്ടെന്നും പോലീസ് കണ്ടെത്തി. ചാത്തന്നൂർ SHO ശ്യാം മുരളിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. പകയും വിദ്വേഷവും മനസ്സിലിട്ട് നടക്കുന്നവരുടെ ജീവിതം ദുരന്തത്തിൽ കലാശിക്കുന്നതാണ് പതിവ്. ഇടുക്കിയിൽ സഹോദരപുത്രനെ കൊലപ്പെടുത്താൻ ആസിഡ് ആക്രമണം നടത്തിയ വീട്ടമ്മയ്ക്ക് സംഭവിച്ചതും അതാണ്. സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് ഏറ്റുമാനൂർ സ്വദേശിനി തങ്കമ്മ കൊലപാതകം ആസൂത്രണം ചെയ്തത്. സഹോദരന്റെ മകനായ സുകുമാരനെ തങ്കമ്മ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ആഴ്ചയാണ്. അന്ന് ആക്രമണത്തിൽ പരിക്കേറ്റ തങ്കമ്മയും മരിച്ചെന്ന വാർത്തയാണ് ഒടുവിൽ പുറത്തുവരുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയാണ് മരണം. ഒക്ടോബർ 24 തങ്കമ്മ സഹോദരന്റെ മകനായ സുകുമാരനെ കൊലപ്പെടുത്തിയത്. ഇരുവരും തമ്മിൽ സാമ്പത്തിക തർക്കം നിലനിന്നിരുന്നു. സംഭവത്തിന് ദിവസങ്ങൾക്ക് മുൻപ് കുഴിതൊളുവിലെ സുകുമാരന്റെ വീട്ടിലെത്തിയ ഇവർ പിന്നീട് ഇയാൾക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തുകയായിരുന്നു. സുകുമാരനെ അപായപ്പെടുത്താനായി ഏറ്റുമാനൂരിൽ നിന്നാണ് തങ്കമ്മ ആസിഡ് കൊണ്ടുവന്നത്.
സുകുമാരൻ സംഭവ ദിവസം തന്നെ മരിച്ചു. ഇയാളുടെ തലയിലൂടെ ആസിഡ് ഒഴിക്കുന്നതിനിടെ തങ്കമ്മയുടെ ശരീരത്തിലും ആസിഡ് വീഴുകയും പൊള്ളലേൽക്കുകയും ചെയ്തു. തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അതിന് പിന്നാലെയാണ് മരണം. ന്യൂസ് 18 ഇടുക്കി. മാഫിയയും വിദ്യാർത്ഥികളെ മറയാക്കി നടത്തുന്ന ഇടപാടുകൾ ഒട്ടേറെ കുട്ടികളുടെ ഭാവി ജീവിതമാണ് തകർക്കുന്നത്. വലിയ തുക വാഗ്ദാനം ചെയ്ത് വലയിലാക്കി സൈബർ തട്ടിപ്പ് സംഘങ്ങൾ കുട്ടികളെ കെണിയിൽ വീഴ്ത്തും. പിന്നീട് കേസും നിയമ നടപടികളും ഉണ്ടാകുമ്പോഴാണ് പലരും ചതി തിരിച്ചറിയുന്നത്. സംസ്ഥാനത്ത് വിദ്യാർത്ഥികളുടെ പേരിലെടുത്ത അക്കൗണ്ടുകളുടെ മറവിലാണ് തട്ടിപ്പുകൾ നടന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചി ഏലൂരിൽ പിടിയിലായ ഹാഫിസിന് ലഭിച്ചത് 2.5 ലക്ഷം രൂപയെന്ന് പോലീസ് കണ്ടെത്തി. അതിനിടെ കൊച്ചിയിൽ 60 വയസ്സുള്ള അമ്മയുടെ അക്കൗണ്ട് മകൻ ദുരുപയോഗം ചെയ്തതായും അന്വേഷണത്തിൽ തെളിഞ്ഞു. അക്കൗണ്ടിലേക്ക് വന്നത് കോടികളെന്നാണ് പോലീസ് പറയുന്നത്. ഒളിവിൽ പോയ മകന് വേണ്ടി അന്വേഷണം ഊർജിതമാണ്. കളമശ്ശേരിയിൽ 60 വയസ്സുള്ള അമ്മയുടെ അക്കൗണ്ട് മകൻ തട്ടിപ്പ് പണം നിക്ഷേപിക്കാൻ ഉപയോഗിച്ചതായി പോലീസ് കണ്ടെത്തി. ഈ അക്കൗണ്ടിലേക്ക് മാത്രം കോടികളാണ് എത്തിയത്. ഒളിവിൽ പോയ മകനായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സൈഹണ്ടിൽ കൊച്ചി സിറ്റിയിൽ മാത്രം ഇതുവരെ 6 പേരാണ് അറസ്റ്റിലായത്. സംശയകരമായ പണമിടപാടുകൾ അറിയിക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം ഏലൂരിൽ അറസ്റ്റിലായ ഹാഫിസിന് കമ്മീഷനായി ലഭിച്ചത് 2.5 ലക്ഷം രൂപയാണെന്ന് ഇയാൾ മൊഴി നൽകി. തട്ടിപ്പിലൂടെ അക്കൗണ്ടിലെത്തുന്ന പണം എടുത്തു നൽകുന്നതും തട്ടിപ്പിനായി അക്കൗണ്ടുകൾ കണ്ടെത്തുന്നതുമാണ് ഹാഫിസിന്റെ ജോലിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണം ശക്തമാക്കിയതോടെ മ്യൂൾ അക്കൗണ്ട് ഉടമകൾ ഒളിവിൽ പോയെന്നും പോലീസ് പറയുന്നു. വിദ്യാർത്ഥികളുടെ പേരിലെടുത്ത അക്കൗണ്ടുകളാണ് ഇവയിലേറെയും. ബാങ്ക് അക്കൗണ്ടുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ ബോധവൽക്കരണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പോലീസ്. റെസിഡൻസ് അസോസിയേഷനുകളും കോളേജുകളും കേന്ദ്രീകരിച്ച ബോധവൽക്കരണം നടത്തും. ന്യൂസ് 18 കൊച്ചി. വ്യവസായി മുഹമ്മദ് ഷർഷാദിനെ കുടുക്കിയ നിക്ഷേപ തട്ടിപ്പ് CPMന്റെ രാഷ്ട്രീയ പകവീട്ടലാണോ? MV ഗോവിന്ദനും മകനുമെതിരെ ആരോപണം ഉന്നയിച്ച ഷർഷാദിനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് ചെന്നൈയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ലാഭവിഹിതവും ഓഹരി പങ്കാളിത്തവും വാഗ്ദാനം ചെയ്ത് നിക്ഷേപ തട്ടിപ്പ് നടത്തിയ കേസിലായിരുന്നു നടപടി. കൊച്ചി സ്വദേശികളായ 2 പേരിൽ നിന്നായി 40 ലക്ഷത്തോളം രൂപ തട്ടിയെന്നാണ് പരാതി. എന്നാൽ അറസ്റ്റിന് കാരണം രാഷ്ട്രീയ വൈരാഗ്യമാണെന്നും ഇതിനു പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയാണെന്നും ഷർഷാദ് ആരോപിച്ചു. കൊച്ചി സ്വദേശികളായ 2 പേരിൽ നിന്ന് 40 ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിലാണ് നടപടി. ഷർഷാദിനെ ഈ മാസം 15 വരെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. 3-ാം തീയതി ജാമ്യാപേക്ഷ പരിഗണിക്കും. അതേസമയം പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും പരാതിക്ക് പിന്നിൽ CPM നേതാവ് P. ശശിയുടെ ഓഫീസാണെന്നും ഷർഷാദ് പ്രതികരിച്ചു. പരാതിക്കാരൻ പാർട്ടി കുടുംബത്തിലെ അംഗമാണ്. തനിക്ക് ഭീഷണിയുണ്ടെന്നും പുറത്തു വന്ന ശേഷം എല്ലാം വിശദമായി പറയുമെന്നും ഷർഷാദ് മാധ്യമങ്ങളോട് പറഞ്ഞു. പറയാനുള്ളത് വന്നതിന് ശേഷം വിശദമായിട്ട് ഭീഷണിയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. വന്ന് പുറത്തിറങ്ങിയതിനു ശേഷം വിശദമായിട്ട് പ്രസ് മീറ്റ് വിളിക്കും. ശശിയുടെ ഓഫീസ് തന്നെ, വേറെ ആരുമില്ല. രാഷ്ട്രീയ വൈരാഗ്യം തന്നെ. ഞാൻ ആ സെക്രട്ടറിയുടെ മകനെതിരെയുള്ള എൻ്റെ ഇഷ്യൂസ് അവർ എന്നെ ഭീഷണിപ്പെടുത്തി അത് ഒതുക്കാൻ നോക്കുകയാണ്. അതിന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഉടനെ തന്നെ പുറത്തു വരും. പെൻഡ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിൽ 2023 പണം തട്ടിയെന്നാണ് പരാതി. വാർഷിക റിട്ടേണും ലാഭവും ഷെയറും നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ചെന്നൈയിൽ നിന്നാണ് ഷർഷാദിനെ കൊച്ചി സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മകനുമെതിരെയും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് മുഹമ്മദ് ഷർഷാദ് PBക്ക് അയച്ച കത്ത് വിവാദമായിരുന്നു. UK-യിലെ മലയാളി വ്യവസായി രാജേഷ് കൃഷ്ണയും
CPM-ലെ ഉന്നത നേതാക്കളും തമ്മിൽ അനധികൃത ഇടപാടുകൾ നടത്തിയെന്നാരോപിച്ചാണ് ഷർഷാദ് പോളിറ്റ് ബ്യൂറോയ്ക്ക് കത്ത് നൽകിയത്. ഷർഷാദിന് പുറമെ കമ്പനി സിഇഒയായ തമിഴ്നാട് സ്വദേശി ശരവണനും കേസിൽ പ്രതിയാണ്. ന്യൂസ് 18 കൊച്ചി. ദേശീയപാതയിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് ഹൈടെക് സംവിധാനം ഉപയോഗിച്ച് ഇന്ധനം മോഷ്ടിക്കുന്ന സംഘം സംസ്ഥാനത്ത് സജീവമാണ്. മോട്ടോറും പൈപ്പും ഉപയോഗിച്ച് അതിവേഗത്തിൽ വാഹനങ്ങളുടെ ഇന്ധന ടാങ്കുകളിൽ നിന്ന് പെട്രോളും ഡീസലും ഊറ്റിയെടുക്കുന്നതാണ് ഇവരുടെ രീതി. വ്യാപകമായി പരാതി ഉയർന്നതോടെ പോലീസ് മോഷ്ടാക്കളെ തേടി രംഗത്തിറങ്ങി. ഒടുവിൽ അന്തർ സംസ്ഥാന ഇന്ധന മോഷ്ടാക്കൾ പാലക്കാട് തൃശൂർ അതിർത്തിയിൽ വെച്ച് അറസ്റ്റിലായി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മോഷണ സംഘത്തെ പോലീസ് പിന്തുടർന്നെങ്കിലും പോലീസ് ജീപ്പ് ഇടിച്ചു തെറിപ്പിച്ച് രക്ഷപ്പെട്ട ഇവരെ സാഹസികമായാണ് പിടികൂടിയത്. പാലക്കാട് തൃശൂർ ദേശീയപാതയിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളുടെ ഇന്ധനം ഒരാഴ്ചയിലേറെയായി മോഷണം പോകുന്നുണ്ടായിരുന്നു. പരാതികൾ തുടരെ എത്തിയതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ UP രജിസ്ട്രേഷനുള്ള വാഹനത്തെ വടക്കാഞ്ചേരി പോലീസ് പിന്തുടർന്നു. പന്നിയങ്കരയിൽ വെച്ച് വാഹനം തടുക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജീപ്പ് ഇടിച്ചു തെറിപ്പിച്ചു. ടോൾ ബൂത്തിന്റെ ബാരിക്കേഡും തകർത്ത് സംഘം മുന്നോട്ട് നീങ്ങി. പിന്നിട്ട് വാണിയമ്പാറ എത്തിയതോടെ വാഹനം ഉപേക്ഷിച്ച് സംഘം രക്ഷപ്പെട്ടു. സാധാരണക്കാരെ പോലെ റോഡിലൂടെ നടന്നു നീങ്ങിയ സംഘത്തെ പിന്നീട് പോലീസ് പിടികൂടി. ഇതര സംസ്ഥാനക്കാരായ 5 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. പ്രത്യേകം ഘടിപ്പിച്ച മോട്ടോറും പൈപ്പും ഉപയോഗിച്ച് ഞൊടിയിടയിൽ വാഹനങ്ങളുടെ ഇന്ധന ടാങ്കുകളിൽ നിന്ന് ഇന്ധനം മോഷ്ടിക്കുന്നതായിരുന്നു സംഘത്തിന്റെ രീതി. ഇന്ധനം എവിടെ വിറ്റിരുന്നു എന്നത് സംബന്ധിച്ചും സംഘത്തിന്റെ മോഷണ രീതിയെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 തൃശൂർ. സ്വർണത്തിന് റെക്കോർഡ് വിലയായതോടെ കവർച്ചാ സംഘങ്ങൾ ഇപ്പോൾ നാട്ടിൽ പലയിടത്തും കറങ്ങി നടക്കുന്നുണ്ട്. ഒരു തരി പൊന്നിനു വേണ്ടി ആളുകളെ കൊല്ലാൻ പോലും അവർ മടിക്കില്ല. അതിനിടെയാണ് തിരുവനന്തപുരം മാറനല്ലൂരിൽ വീട്ടിൽ വൻ കവർച്ച നടന്നത്. പുന്നാവൂർ സ്വദേശി ബാബുവിന്റെ വീട്ടിൽ നിന്ന് 40 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. വീട്ടുകാർ രാത്രിയിൽ പള്ളിയിൽ പോയപ്പോൾ 8 മണിയോടെയായിരുന്നു മോഷണം. സംഭവത്തിൽ മാറനല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മാറനല്ലൂർ പുന്നാവൂർ റോഡിന് സമീപം കൈതയിൽ ബാബുവിന്റെ വീട്ടിൽ നിന്നാണ് 40 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. ബാബുവും കുടുംബവും പുന്നാവൂർ സെന്റ് ജോസഫ് പള്ളിയിൽ ആരാധനയ്ക്ക് പോയി മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. വീടിന്റെ പിൻവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ച് അകത്തു കടന്ന മോഷ്ടാക്കൾ കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന വളകൾ, നെക്ലസ്, മാല എന്നിവ ഉൾപ്പെടെയാണ് കവർന്നത്. തടിയലമാര കമ്പിപ്പാര ഉപയോഗിച്ച് കുത്തിപ്പൊളിച്ച നിലയിലായിരുന്നു. ബാബുവിന്റെ മരുമകൾ അനീഷയുടേതാണ് ആഭരണങ്ങൾ. ഇവരുടെ ഭർത്താവ് സാബു വിദേശത്താണ്. ബാബുവും ഭാര്യ ഉഷയും മരുമകൾ അനീഷയും കുഞ്ഞുങ്ങളുമായാണ് പള്ളിയിൽ പോയത്. തിരികെ എത്തിയപ്പോൾ വാതിൽ തകർന്നു കിടക്കുന്നത് കണ്ട് പരിശോധിച്ചപ്പോഴാണ് ആഭരണങ്ങൾ നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. ബാബു അടുത്തിടെ ഹൃദയവാൽവിന്റെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ഇരുനില വീട്ടിൽ മുൻവശത്ത് CCTV ക്യാമറ ഉണ്ടെങ്കിലും പിൻവശത്ത് തൊഴുത്തും തുറന്ന സ്ഥലവുമാണ്. മാറനല്ലൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. നിർമ്മാണം നടക്കുന്ന വീടുകൾ ലക്ഷ്യമാക്കി വയറുകളും ഇലക്ട്രിക് ഉപകരണങ്ങളും മോഷ്ടിക്കുന്ന ആളാണ് കൊല്ലം ഇരുവിപുരം സ്വദേശി ശരത് ബാബു. കൊല്ലം പള്ളിമുക്ക് കേന്ദ്രീകരിച്ച് നിരവധി വീടുകളിൽ തുടർച്ചയായി മോഷണമുണ്ടായതോടെയാണ് പോലീസ് കള്ളനെ പൊക്കാൻ രംഗത്തിറങ്ങിയത്. ഒടുവിൽ പ്രതിയെ നാട്ടുകാരുടെ സഹായത്തോടെ പിടികൂടി.
മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് അന്വേഷണത്തിൽ നിർണായകമായത്. അതിനിടെ വീണ്ടും കവർച്ചയ്ക്കിറങ്ങിയതാണ് കള്ളൻ ശരത്തിന് കുരുക്കായത്. പള്ളിമുക്ക് പ്രദേശത്ത് നിർമ്മാണം നടക്കുന്ന നിരവധി വീടുകളിലാണ് പ്രതി മോഷണം നടത്തിയത്. ഇരവിപുരം സ്നേഹതീരം സുനാമി ഫ്ളാറ്റിൽ താമസിക്കുന്ന ശരത് ബാബുവാണ് പോലീസിന്റെ പിടിയിലായത്. നിർമ്മാണത്തിലിരിക്കുന്ന വീടുകൾ മുൻകൂട്ടി കണ്ടുവയ്ക്കുകയും ആളില്ലാത്ത സമയത്തെത്തി സീലിംഗ് അടക്കം തകർത്ത് കേബിൾ മോഷ്ടിക്കുകയുമാണ് ഇയാൾ ചെയ്തിരുന്നത്. മോഷ്ടിച്ച വയറുകൾ ഇലക്ട്രീഷ്യനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിവിധ കടകളിൽ വിറ്റ് പണമാക്കുകയും ചെയ്തിരുന്നു. നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു. അതിനിടെ വീണ്ടും മോഷണശ്രമം നടത്തുന്നതിനിടെ നാട്ടുകാർ പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഇരവിപുരം ഇൻസ്പെക്ടർ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ SI ജയേഷ്, CPOമാരായ അനീഷ്, സജിൻ എന്നിവർ ചേർന്ന സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. നക്ഷത്രാമകളെ നേരിൽ കണ്ടിട്ടില്ലെങ്കിലും അതിനെക്കുറിച്ച് ചിലപ്പോൾ കേൾക്കാറുണ്ടല്ലേ? എന്താണ് നക്ഷത്രാമകളുടെ പ്രത്യേകത? എന്തിനാണ് ഇത്തരം ആമകളെ വിൽപ്പന നടത്തുന്നത്? വിദേശ വിപണിയിൽ ഇതിന് കോടികൾ വിലയുണ്ടെന്നാണ് പറയുന്നത്. ഇടുക്കി കുട്ടിക്കാനത്ത് നക്ഷത്രാമയെ കടത്താൻ ശ്രമിച്ച 6 പേരെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തു. കേസിൽ മറയൂർ ഏലപ്പാറ സ്വദേശികളായ സംഘത്തെ മുറിഞ്ഞപുഴ വനംവകുപ്പാണ് പിടികൂടിയത്. ഇതിന് പിന്നിൽ വൻ റാക്കറ്റ് ഉണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. വനം വകുപ്പിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന് കിട്ടിയ സന്ദേശത്തെ തുടർന്ന് പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ പിന്തുടർന്നാണ് പിടികൂടിയത്. മറയൂർ സ്വദേശികളായ സന്തോഷ്, പ്രകാശ്, സംരാജ്, അജികുമാർ, മുത്തുകുമാർ, ഏലപ്പാറ സ്വദേശി അലക്സാണ്ടർ എന്നിവരാണ് പിടിയിലായത്. നക്ഷത്രാമയെയും ഇവരിൽ നിന്ന് കണ്ടെത്തി. പ്രതികളെ മുറിഞ്ഞുപുഴ വനം വകുപ്പ് ഓഫീസിൽ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മറയൂർ ചിന്നാർ ഭാഗത്ത് നിന്നാണ് ഷെഡ്യൂൾ 1-ൽപ്പെട്ട നക്ഷത്രാമയെ പിടികൂടിയതെന്നാണ് പ്രതികളുടെ മൊഴി. തുടർന്ന് വാഹനത്തിൽ ഏലപ്പാറയിലെത്തുകയായിരുന്നു. ഗ്ലെൻമേരി സ്വദേശിയാണ് ഈ ആമയെ ഉയർന്ന വിലയ്ക്ക് വിൽപ്പന നടത്തി നൽകാമെന്ന് ഇവരോട് പറഞ്ഞത്. ഏലപ്പാറയിൽ സംഘം താമസിച്ചു വരുന്നതിനിടെയാണ് വനം വകുപ്പിന് രഹസ്യ വിവരം ലഭിച്ചത്. തുടർന്ന് മുറിഞ്ഞുപുഴ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയ്ക്കിടെ കുട്ടിക്കാനം പള്ളിക്കുന്ന് ഭാഗത്ത് വെച്ച് ഇവരെ പിടികൂടുകയായിരുന്നു. ഇതിൽ 2 പേർ മുൻപും വിവിധ കേസുകൾ പ്രതികളാണെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും കൂട്ടാളികൾ കരുതിയിരുന്നു. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഏത് സമയവും നിങ്ങളെ പൊക്കാം. കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ കൂടി പിടിയിലായതോടെ മോഷണം മുതൽ കൈപ്പറ്റിയവരുടെ നെഞ്ചിടിപ്പ് കൂടിയിട്ടുണ്ട്. ദ്വാരപാലക പാളികളിലെ സ്വർണ്ണ കവർച്ചാ കേസിൽ സുധീഷ് കുമാർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. അതിനിടെ സുധീഷ് കുമാറിന്റെ അടൂരിലെ വീട്ടിൽ SIT പരിശോധന നടത്തി. കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. റാന്നി കോടതിയിലെ മജിസ്ട്രേറ്റ് അവധിയായതിനാലാണ് സ്വർണ്ണക്കവർച്ച കേസിലെ 3-ാം പ്രതി സുധീഷ് കുമാറിനെ പത്തനംതിട്ട ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറിന് വ്യക്തമായ പങ്കുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. ദ്വാരപാലക പാളികളിൽ സ്വർണം പൊതിഞ്ഞിരുന്നതായി സുധീഷ് കുമാറിന് അറിയാമായിരുന്നു. ഇത് ചെമ്പുപാളി എന്ന രേഖയുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തി. സന്നിധാനത്ത് നിന്ന് പാളികൾ അഴിച്ചുമാറ്റുമ്പോൾ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യം ഉറപ്പാക്കിയില്ലെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു.
വെറും ചെമ്പ് പാളികളെന്ന് എഴുതുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം നവീകരണത്തിനായി പാളികൾ കൊടുത്തുവിടാമെന്ന് ബോർഡിന് തെറ്റായ ശുപാർശ കത്ത് നൽകുകയും ചെയ്തു. മഹസറുകളിലും ചെമ്പ് തകടുകളെന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മഹസർ തയ്യാറാക്കിയ സമയത്ത് സ്ഥലത്തില്ലാതിരുന്ന ജീവനക്കാരുടെ പേരുകളും സുധീഷ് കുമാർ ഉൾപ്പെടുത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൈവശപ്പെടുത്താൻ ഇത് അവസരമൊരുക്കിയതായും റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. നേരത്തെ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരുടെ മൊഴികളിലും സുധീഷിനെതിരെ പരാമർശങ്ങളുണ്ടായിരുന്നു. സുധീഷ് കുമാറിനെ കസ്റ്റഡിയിൽ കിട്ടാൻ SIT തിങ്കളാഴ്ച കോടതിയിൽ അപേക്ഷ നൽകും. ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ചാണ് പ്രവർത്തിച്ചതെന്നാണ് സുധീഷ് കുമാർ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്. കേസിൽ മൂന്നാമത്തെ അറസ്റ്റാണ് അടൂർ മണ്ണടി സ്വദേശിയായ സുധീഷ് കുമാറിൻ്റേത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് CK വാസുദേവനെ SIT ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് നിർണായകമായ ചില രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തെന്നും സൂചനയുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. സർവീസിലിരിക്കുന്ന കാലത്ത് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ച പല സർക്കാർ ഉദ്യോഗസ്ഥരെക്കുറിച്ചും കേട്ടിട്ടുണ്ടല്ലേ? കൈക്കൂലി ഇടപാടിനിടെ കയ്യോടെ പിടിക്കപ്പെട്ട നിരവധി പേരുണ്ട്. എന്നാൽ പിടിക്കപ്പെടാതെ തന്ത്രപരമായി പണം സമ്പാദിച്ച ഉന്നത ഉദ്യോഗസ്ഥർ എന്നും നിയമത്തിന്റെ നിരീക്ഷണത്തിലായിരിക്കും. മുൻ DGP ടോമിൻ ജെ തച്ചങ്കരി പ്രതിയായ അനധികൃത സ്വത്ത് സമ്പാദന കേസ് 2 പതിറ്റാണ്ടായി കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. കേസിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിചാരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. കോട്ടയം വിജിലൻസ് കോടതിയിലാണ് 28 ദിവസം തുടർച്ചയായുള്ള വിചാരണ. ആദ്യ ദിവസം തന്നെ ടോമിൻ തച്ചങ്കരി കോടതിയിൽ ഹാജരായി 2 സാക്ഷികളെയും വിസ്തരിച്ചു. മുൻ DGP ടോമിൻ ജെ തച്ചങ്കരി വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ കോട്ടയം വിജിലൻസ് കോടതിയിലാണ് വിചാരണ തുടങ്ങിയത്. 28 ദിവസം കൊണ്ട് വിചാരണ പൂർത്തിയാകും. കേസിൽ 130 സാക്ഷികളെ വിസ്തരിക്കും. 2003 കേസിനാസ്പദമായ സംഭവം. സർവീസ് കാലാവധിയിൽ 138% വരവിൽ കൂടുതൽ സ്വത്ത് സമ്പാദിച്ചതായി കണ്ടെത്തിയത്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വർഷങ്ങളോളം നിയമവ്യവഹാരം നടന്ന ശേഷമാണ് വിചാരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. കേസിൽ വിചാരണ അതിവേഗം പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവുണ്ട്. കേസിൽ തുടരന്വേഷണം നടത്താനുള്ള സർക്കാർ ഉത്തരവും ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഉത്തരവ് നിയമപരമായ ദുരുദ്ദേശത്തോടെയുള്ളതാണെന്ന വിലയിരുത്തലിലാണ് ഡിവിഷൻ ബെഞ്ച് നടപടികൾ റദ്ദാക്കിയത്. 2021 താൻ നേരിടുന്ന വിജിലൻസ് കേസിൽ തുടരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ടോമിൻ തച്ചങ്കരി സർക്കാരിനെ സമീപിച്ചത്. ഇതിൽ തച്ചങ്കരിക്ക് അനുകൂലമായി സർക്കാർ തുടരന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. ന്യൂസ് 18 കോട്ടയം. തിരുവനന്തപുരം ടൈറ്റാനിയം ജോലി തട്ടിപ്പ് കേസിലും വർഷങ്ങളായി നിയമ നടപടികൾ തുടരുന്നുണ്ട്. കേസിലെ 5ാം പ്രതിയും കമ്പനിയിലെ ലീഗൽ ഡെപ്യൂട്ടി ജനറൽ മാനേജറുമായ ശശികുമാരൻ തമ്പി സമർപ്പിച്ച ഹർജി കോടതി തള്ളി. കേസിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തിരുവനന്തപുരം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ് തള്ളിയത്. തമ്പി മറ്റു പ്രതികളുമായി ചേർന്ന് തൊഴിൽ തട്ടിപ്പ് നടത്തിയതിന് തെളിവുകളുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം പരിഗണിച്ചാണ് നടപടി. കേസിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് ശശികുമാരൻ തമ്പി കോടതിയെ സമീപിച്ചത്. തട്ടിപ്പ് കേസിലെ 5ാം പ്രതിയായ തമ്പി മറ്റു പ്രതികളുമായി ചേർന്ന് തൊഴിൽ തട്ടിപ്പ് നടത്തിയതിന് തെളിവുകളുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം പരിഗണിച്ചാണ് കോടതി ഹർജി തള്ളിയത്. കമ്പനിയിലെ ലീഗൽ ഡെപ്യൂട്ടി ജനറൽ മാനേജറായ ശശികുമാരൻ തമ്പി നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് നടത്തിയിട്ടുള്ളതെന്നും തട്ടിപ്പുമായി ഒരു ബന്ധവുമില്ലെന്നും പ്രതിഭാഗം വാദിച്ചു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ വിചാരണാഘട്ടത്തിൽ പരിഗണിക്കാമെന്ന് കോടതി നിരീക്ഷിച്ചു. കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ദിവ്യജ്യോതി, കമല, പ്രേംകുമാർ, രാജേഷ് കുമാർ, അനിൽകുമാർ, ശ്യാംലാൽ എന്നിവരാണ് തൊഴിൽ തട്ടിപ്പ് കേസിലെ മറ്റു പ്രതികൾ. ശശികുമാരൻ തമ്പിക്ക് 2018 ഒക്ടോബർ 10 മുതൽ 2019 ജൂൺ 13 വരെയുള്ള കാലഘട്ടത്തിൽ HR മാനേജരായി അധിക ചുമതല നൽകിയിരുന്നു. ഈ സമയത്ത് 2019 ഏപ്രിൽ 22 ടൈറ്റാനിയം കമ്പനിയിൽ 2 അസിസ്റ്റന്റ് കെമിസ്റ്റ് തസ്തികകളിൽ ഒഴിവ് വന്നു. ഈ ഒഴിവുകൾ PSCയിൽ റിപ്പോർട്ട് ചെയ്യാതെ കാലതാമസം വരുത്തിയെന്നും കേസിൽ വ്യക്തമാക്കുന്നു. PSCയിൽ റിപ്പോർട്ട് ചെയ്യാതെ ജോലി നൽകാമെന്ന് പറഞ്ഞ് ഉദ്യോഗാർത്ഥികളിൽ നിന്നും പണം കൈപ്പറ്റി. അസിസ്റ്റന്റ് കെമിസ്റ്റ് കൂടാതെ ആ കാലഘട്ടത്തിൽ ഉണ്ടായ മറ്റു ജോലി ഒഴിവുകളുടെ വിവരങ്ങൾ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി പരസ്യം ചെയ്തും നിയമലംഘനം നടത്തി. വഞ്ചന, വിശ്വാസലംഘനം, തെറ്റായ തെളിവുകൾ ഉപയോഗിക്കൽ എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്താണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 83 സാക്ഷികൾ,
128 തൊണ്ടി സാധനങ്ങൾ, 35 രേഖകൾ എന്നിവയുമുണ്ട്. പ്രോസിക്യൂഷനു വേണ്ടി സീനിയർ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ കല്യമ്പള്ളി മനു ഹാജരായി. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് പേരാമ്പ്രയിൽ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ക്രമസമാധാന പ്രശ്നമായി മാറുന്നു. പോലീസിനെ വെല്ലുവിളിച്ചുള്ള കോൺഗ്രസുകാരുടെ നടപടി പ്രശ്നം കൂടുതൽ വഷളാക്കുകയാണ്. പേരാമ്പ്ര സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിലുള്ള കയ്യാങ്കളി അറസ്റ്റിലാണ് കലാശിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗവും യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റും ഉൾപ്പെടെ അറസ്റ്റിലായി. ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേറ്റ സംഘർഷങ്ങളുടെ തുടർച്ചയായിട്ടാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം. പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് 2 UDF പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ സന്ദർശിക്കാൻ ജില്ലാ പഞ്ചായത്ത് അംഗം ദുൽക്കിഫിലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകരെത്തിയതോടെയാണ് സംഘർഷമുണ്ടായത്. സ്റ്റേഷനുള്ളിലേക്ക് കടക്കാൻ ദുൽക്കിഫിലും ഒപ്പമുണ്ടായിരുന്നവരും ശ്രമിച്ചത് പോലീസ് തടഞ്ഞു. ഇതോടെ പ്രവർത്തകർ ബലം പ്രയോഗിച്ച് ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചു. ഇതിനെ തുടർന്നുള്ള തർക്കമാണ് സംഘർഷത്തിലെത്തിയത്. ഇതോടെ ദുൽക്കിഫിലിനെയും മിസ്ഹബ് കിഴരിയൂരിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കയ്യാങ്കളിക്കിടെ പരിക്കേറ്റ പോലീസുകാർ ആശുപത്രിയിൽ ചികിത്സ തേടി. പേരാമ്പ്ര സംഘർഷത്തിനിടെ ബോംബെറിഞ്ഞെന്ന കേസിൽ 12 UDF പ്രവർത്തകർ ഇതുവരെ അറസ്റ്റിലായിട്ടുണ്ട്. അർദ്ധരാത്രിയിലും പുലർച്ചെയുമൊക്കെയായി പ്രവർത്തകരുടെ വീടുകളിൽ പോലീസ് നിയമവിരുദ്ധമായി പരിശോധന നടത്തുന്നുവെന്നാണ് UDFന്റെ ആരോപണം. ഷാഫിപ്പറമ്പിൽ MPയെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ കേസെടുക്കാത്ത പോലീസ് പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുന്നുവെന്നും UDF ആരോപിക്കുന്നു. ഇക്കാര്യം ഉന്നയിച്ച് DYSP ഹരിപ്രസാദിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഹിജാബ് വിഷയത്തിൽ താമരശ്ശേരി ബിഷപ്പിനും എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിനും ഭീഷണി. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പിന്തുടർച്ചക്കാരെന്ന് അവകാശപ്പെടുന്ന IDFI ആണ് കത്തയച്ചത്. ഈരാറ്റുപേട്ടയിൽ നിന്നാണ് കത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. സംഭവത്തിൽ കേസെടുക്കുമെന്ന് പോലീസ്. ഡ്രൈഡേകളിൽ മദ്യക്കച്ചവടം നടത്തി വന്നിരുന്ന വർക്കല സ്വദേശി എക്സൈസ് സംഘം പിടികൂടി. 18 ലിറ്റർ മാഹി മദ്യവുമായി പിടിയിലായത് ഊന്നിൻമൂട് പുതുവൽ സ്വദേശി സജി. നെടുമങ്ങാട് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 30 കുപ്പി വിദേശ മദ്യവും 1.5 ലക്ഷം രൂപയുടെ പാൻ മസാല ഉൽപ്പന്നങ്ങളും പിടികൂടി. പുലിപ്പാറ സ്വദേശി ആനന്ദകുമാറിനെയാണ് നെടുമങ്ങാട് എക്സൈസ് സംഘം പിടികൂടിയത്. കണ്ണൂർ പയ്യന്നൂരിൽ ട്രാവലറിൽ കടത്താൻ ശ്രമിച്ച 3 കിലോ കഞ്ചാവ് പോലീസ് പിന്തുടർന്ന് പിടികൂടി. പരിയാരം സ്വദേശികളായ സരിൻ വർഗീസ്, സബിൻ വർഗീസ്, കാർലോസ്, അശ്വിൻ, അഭിജിത്ത് എന്നിവർ കസ്റ്റഡിയിൽ. ആലുവയിൽ നടന്ന ഒരു സ്കൂട്ടർ മോഷണം വിചിത്രമായൊരു കഥയാണ്. ഇതിൽ വില്ലന്മാർ 4 10ാം ക്ലാസ്സുകാർ. എടത്തല സ്വദേശി മുരളീധരന്റെ സ്കൂട്ടർ വ്യാഴാഴ്ച വൈകിട്ട് കാണാതാകുന്നതിൽ തുടങ്ങുന്നതാണ് കഥ. പറമ്പിൽ കൃഷിപ്പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റോഡരികിൽ പാർക്ക് ചെയ്ത സ്കൂട്ടറുമായി 2 പേർ കടന്നു കളയുന്നു. ഇതോടെ മുരളീധരൻ എടത്തല പോലീസിൽ പരാതി നൽകി. പിറ്റേന്ന് സ്വന്തമായി നടത്തിയ അന്വേഷണത്തിൽ വടാശ്ശേരിയിൽ നിർത്തിയിട്ട നിലയിൽ സ്കൂട്ടർ കണ്ടെത്തി. ചങ്ങല ഉപയോഗിച്ച് സ്കൂട്ടർ ബന്ധിച്ച ശേഷം
എടത്തല പോലീസിൽ വിവരമറിയിക്കുന്നതിനായി മുരളീധരൻ പോയി. ഈ സമയം ചങ്ങല പൊട്ടിച്ച് രണ്ടാമതും സ്കൂട്ടർ മോഷണം. ഇതോടെ പോലീസിന്റെ അന്വേഷണത്തിൽ സ്കൂട്ടറും കുട്ടിക്കള്ളന്മാരും പിടിയിൽ. മോഷ്ടിച്ചത് സ്കൂൾ വിദ്യാർത്ഥികളായതിനാൽ ഉടമ പോലീസിൽ പരാതി കൊടുക്കാനൊന്നും മുതിർന്നില്ല. വണ്ടി ഇരിക്കുന്നത് കണ്ടപ്പോൾ ഹരം തോന്നി എടുത്തുകൊണ്ട് പോയെന്നാണ് കുട്ടികൾ പോലീസിനോട് പറഞ്ഞത്. കണ്ണാടികൾ ഊരി മാറ്റിയും നമ്പർ പ്ലേറ്റുകൾ തിരുത്തിയുമാണ് അവർ സ്കൂട്ടർ ഉപയോഗിച്ചിരുന്നത്. ഇതിനെ കുട്ടികളുടെ കുസൃതിയായി കണ്ട് എഴുതിത്തള്ളാൻ വരട്ടെ. അവരുടെ മൊഴികളും നീക്കങ്ങളും സംശയത്തോടെ കാണണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.